എനിക്കറിയുന്ന ഒരാളുണ്ട്, ആ ആൾ നിങ്ങളെ ഭേദപ്പെടുത്തി തരും തീർച്ചയായും. അതയാൾക്ക് കഴിവുള്ള ആളുമാണ്, അത് നിങ്ങളുടെ സ്വന്തം റബ്ബാണ്. ബസ് അല്ലാത്ത ഒരു കാലിയെ എനിക്കറിയില്ല. സിഹർ ബാത്തിലാക്കി നിങ്ങളെ രക്ഷപ്പെടുത്തി തരാവുന്ന ഒരാളുണ്ട്, അതാരാണ്? റബ്ബാണ്. നിങ്ങളെ പ്രയാസം പരിഹരിച്ച് തരാൻ പറ്റിയ ഒരാളുണ്ട്, നിങ്ങളെ കടം വീട്ടി തരാൻ പറ്റിയ ഒരാളുണ്ട്. ഒരാഴ്ചയിൽ പലവട്ടം പല ആളുകളും വിളിക്കും, ഉസ്താദെ കടത്തിൽ പെട്ടുപോയി, കുടുങ്ങിപ്പോയി. നല്ല നിലക്ക് നല്ല കാശും കൊണ്ട് നടന്ന കാലത്ത് ഒരാൾ ഉസ്താദ് വിളിക്കൂല, ഉസ്താദെ കാശൊക്കെ ഇഷ്ടം പോലെ ഏറെയാണ് എന്നൊരാൾ എന്നോട് വിളിച്ച ഒരു സംഭവം ഇല്ല. കച്ചവടമൊക്കെ പൊളിഞ്ഞു. കച്ചവടം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയുന്നത് തന്നെ പൊളിഞ്ഞതിന് ശേഷം ഒരു കുഴപ്പമില്ല. ഇനി എന്താ പറയണത്? ഇനി 1.5 കോടി കടാണ്, 2.5 കോടി കടാണ്, 4 കോടി 18 കോടി കടമാണ് എന്ന് പറഞ്ഞ ആളുകൾ വരെ ഉണ്ട്. ഇതൊക്കെ പരിഹരിച്ച് തരാൻ ഒരാളുണ്ട്, അയാളാണ് അല്ലാഹു. ഇതും പറഞ്ഞ് നിങ്ങൾ ഒരു ചികിത്സാരിയുടെ അടുത്ത് എന്നാൽ അയാൾ അടുത്ത് പോയി അയാൾക്ക് കൊടുത്ത കൈമടക്കും കൂടി നിങ്ങൾക്ക് കടമാവും എന്നേ ഉള്ളൂ. നിങ്ങളൊന്നും വിചാരിക്കരുത്, ഞാൻ തുറന്നു പറയണം. നിങ്ങൾ ആരെ അവലംബിക്കുന്നതിലും നിങ്ങൾക്ക് അവലംബിക്കുന്നതിലൊന്നും തെറ്റില്ല, പക്ഷെ അതൊന്നും പൂർണ്ണതയല്ല. നിങ്ങളുടെ പ്രശ്നം തീർക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇതാണ് ഇന്നത്തെ പാഠം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുവ അലാ നാരിൽ ജഹീമി ഫഹ്ബലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി فإنك غافر الذنب العظيم إلهي لست للفردوس أهلا نار الجحيم فهب لي توبة فاغفر ذنوبي إلهي لست للفردوس أهلا فهب لي توبة فاغفر ذنوبي حسبي ربي جل الله على النبي صلى الله حق الله 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 അലൈഹി തവക്കലൂ. ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കണം. ഒന്ന് മുന്നിലേക്ക് കയറിയിരിക്കുക, ബാക്കിൽ വരുന്ന ആളുകൾക്ക് സൗകര്യം. ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കണം. എന്താണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് ചിന്തിക്കണം. എന്താണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത? പറയും. എന്താ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത? പറയും. എന്താണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത? അത് പറയും. എന്താണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത? പറയും. സ്വന്തം കുടുംബത്തിൽ നിന്ന്, നാട്ടിൽ നിന്ന് അകറ്റപ്പെട്ടവർ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിച്ചവർ, സ്വന്തം ഭാര്യമാരാൽ പോലും തിരസ്കരിക്കപ്പെട്ടവർ, സ്വന്തം സ്നേഹിതന്മാർ കൂട്ടജീവിച്ച ആളുകൾ അടക്കം ഭ്രാന്തന്മാർ എന്ന് വിളിച്ച് ആക്ഷേപിക്കപ്പെട്ടവർ, ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ എല്ലാം വഴിമുട്ടിയപ്പോഴും അള്ളാഹുവിനെ മാത്രം അവലംബിച്ച് ജീവിച്ചവർക്ക് ഒരാശ്വാസം കിട്ടിയ ദിവസമാണ് ഇന്ന്. ഇതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. ബസ് ഇനി നിങ്ങൾക്ക് എന്തും പറയാം. അതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. അതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആശ്വാസം കൊടുത്ത ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് ഈ ദിവസത്തെ ഈദുൽ ഖലായിഖ്, സൃഷ്ടികളുടെ എല്ലാം പെരുന്നാൾ എന്ന് പറയാം. ഈ ദിവസത്തെ പോലെ ചരിത്രമുള്ള ഒരു ദിവസം ഒരു വർഷത്തിൽ 365 ദിവസത്തിൽ എവിടെയും നമുക്ക് പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയൂല. ഇത് അത്ഭുതകരമായ ഒരു ദിവസമാണ്.
പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ അവതരിക്കുകയും ലൈലത്തുൽ ഖദ്റും റമളാനും ചരിത്രത്തിൽ ഇടം പിടിക്കുകയും ചെയ്യുന്നത് വരെയും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഇന്നാണ്, ആശുറ. ജീവിതത്തിൻ്റെ പ്രതിസന്ധി സ്വന്തം നാട്, വീട്, കുടുംബം, അവരാലെല്ലാം തിരസ്കരിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകൾ. അവർ ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിലും നാഴികക്കല്ലുകൾ പോലെ, നാട്ടക്കുറ്റികൾ പോലെ ചരിത്രത്തിൽ നിലകൊണ്ടു. അവരൊന്നിച്ച് 1.25 ലക്ഷം ആളുകളല്ല വന്നത്. ഓരോരുത്തർക്കും സഹായി ഉണ്ടായിരുന്നില്ല. അപൂർവമായി ഒരു സഹായി ഉണ്ടെന്ന് പറയാനുള്ളത്, 2 ആളെ ഒരുമിച്ച് അയച്ചത് ചരിത്രത്തിൽ ഒരു എന്താ പറയുക, ചരിത്രത്തിലെ ഒരു അത്ഭുതം എന്നത് പറയാമെങ്കിൽ അത് സയ്യിദുനാ മൂസായാണ് അലൈഹിസ്സലാം. അഖി ഹാറൂനു ഹുവ അഫ്സഹു മിന്നി വലാ അംലികു ഇല്ലാ നഫ്സി വ അഖി. സയ്യിദുനാ ഹാറൂൻ, ബൈബിളിൽ അഹറോൻ എന്ന് പറയുന്ന സയ്യിദുനാ ഹാറൂൻ, ഉറക്കപ്പറ സയ്യിദുനാ ഹാറൂൻ അലൈഹിസ്സലാം. സാധുവായ സയ്യിദുനാ ഹാറൂൻ സാധുവാണ്, വളരെ സാധുവാണ്. സാധു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലേ, അവർ പശുക്കുട്ടിക്ക് വലം വെച്ചപ്പോൾ ആരാധിക്കുകയും പശുക്കുട്ടിയോട് അവരുടെ കാര്യങ്ങളെല്ലാം അവർ നിവർത്തിച്ചു തരാൻ ആവശ്യപ്പെടുകയും ചെയ്ത സമയത്ത് തുവാമലഞ്ചെരുവിൽ നോക്കിയിരിക്കുന്നുണ്ട് സയ്യിദുനാ ഹാറൂൻ. ഹാറൂന് അവർ വിലവെച്ചതുമില്ല, ഹാറൂൻ പറഞ്ഞാൽ അവരോട്ട് കേൾക്കുകയുമില്ല. അത്രയും സാധുവാണ് സയ്യിദുനാ ഹാറൂൻ. അങ്ങനത്തെ ഒരാളെ കൂട്ടിന് കൊടുത്തിട്ടുണ്ട്. ആർക്ക്? സയ്യിദുനാ മൂസാക്ക്. ബാക്കിയൊക്കെ ഒറ്റക്കാണ്. മൂസാ നബിയും ഒറ്റക്കൻ എന്ന് പറയാം. എന്തുകൊണ്ട്? ഒരു പാവത്താനെ കൂടെ കിട്ടിയാൽ പിന്നെ അതും ഒരു ബുദ്ധിമുട്ട് എന്നല്ലാതെ എന്താണുള്ളത്? മനസ്സിലായോ പറഞ്ഞത്? അതാണ് ചരിത്രത്തിൽ അവരെന്നും ഒറ്റക്കാണ്. അവസാനത്തെ ഒറ്റക്കായ ആളുടെ പേരാണ് മുഹമ്മദ്. ആ ആൾ ഒറ്റക്കാണ്. ഇവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകിയ ദിവസമാണ്. ഇവരെ നമുക്ക് പ്രഥമമായി മുഅ്മിനുകൾ എന്ന് വിളിക്കാം. എന്താണ് മുഅ്മിനുകളുടെ സിഫത്ത്? ഇങ്ങോട്ട് നോക്ക്. എന്താണ് മുഅ്മിനുകളുടെ സിഫത്ത് എന്ന് ചിന്തിക്കുക. എന്താണ് മുഅ്മിനുകളുടെ സിഫത്ത്? അതുപോലെ ചിന്തിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടിച്ച് മറിച്ചിട്ടിട്ട് വർത്താനം പറയരുത്. ഇത് കഴിഞ്ഞിട്ട് ചില ആളുകൾ എന്നോട് പായരം പറയാൻ വേണ്ടി വരും. നേരിട്ട് ഞാൻ ഒന്നും പറയില്ല, എന്ന് മാത്രം പറയും. പക്ഷെ മനസ്സിൽ ആലോചിക്കും, പഠിച്ചോനെ ഈ ക്ലാസ് ഇവർക്ക് ഉപകരിച്ചില്ലല്ലോ എന്ന്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ആളുകൾ എന്നെ കാണാൻ വേണ്ടി വരും. കാണാൻ വരുന്നതിന് ഒരു വിരോധവും ഇല്ല. പക്ഷെ ഒരു അത്ഭുതകരമായ സത്യം ഞാൻ നിങ്ങൾ പറയാം. എൻ്റെ കയ്യിൽ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് എന്ന സാധനം ഇല്ല. ഞാൻ നിങ്ങളെപ്പോലെ പ്രയാസമുള്ള ഒരാളാണ്. നിങ്ങളോട് പറയണില്ല എന്നേ ഉള്ളൂ. പ്രയാസം മനുഷ്യന് അനിവാര്യമാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. പ്രയാസത്തിലാണ് മനുഷ്യനെ പടച്ചത്. പ്രയാസം ഉണ്ടായേ മതിയാവും. അത് കഴിഞ്ഞിട്ട് ഇനി പ്രയാസം എന്ന് പറയരുത്. പ്രയാസം എന്ന് പറയരുത്. ഈ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം ഒരു സംഘം ആളുകൾ കിഴക്ക് നിന്ന് മിനിഞ്ഞാന്ന് മൂത്തയിടത്ത് എൻ്റെ വീട്ടിൽ വന്നു. അവരിതിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം എന്താ അവർ പറഞ്ഞത്? ഞങ്ങൾ 10-20 കൊല്ലമായി സെഹറിൻ്റെ പിന്നാലെ ഓടുക. ഞങ്ങളെ കുടുംബത്തിന് സെഹർ ബാധിച്ചു. സെഹറിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രഭാഷണം ഞങ്ങൾ കേട്ടു. അതിൽ പറഞ്ഞ ഏകദേശ ലക്ഷണമെല്ലാം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങളെ തേടി വന്നത്, നിങ്ങൾക്ക് ഇത് ചികിത്സിച്ച് ഭേദപ്പെടുത്തി തരാൻ പറ്റിയ ഒരാളെ ഞങ്ങൾക്ക് നിർദ്ദേശിച്ചത്, അത് പറയാൻ വേണ്ടിയാണ് വന്നത്. അപ്പം ഞാനവരോട് പറഞ്ഞു, എനിക്കറിയുന്ന ഒരാളുണ്ട്, ആ ആൾ നിങ്ങളെ ഭേദപ്പെടുത്തി തരും തീർച്ചയായും. അതയാൾക്ക് കഴിവുള്ള ആളുമാണ്. അത് നിങ്ങളുടെ സ്വന്തം റബ്ബാണ്. ബസ്. അല്ലാത്ത ഒരു ഇരുക്കാലിയെ എനിക്കറിയില്ല എന്ന് വിചാരിക്കരുത്. സെഹർ ബാത്തിലാക്കി നിങ്ങളെ രക്ഷപ്പെടുത്തി തരാവുന്ന ഒരാളുണ്ട്. അതാരാണ്? റബ്ബാണ്. നിങ്ങളെ പ്രയാസം പരിഹരിച്ച് തരാൻ പറ്റിയ ഒരാളുണ്ട്. നിങ്ങളെ കടം വീട്ടിത്തരാൻ പറ്റിയ ഒരാൾ ഉണ്ട്.
ഒരാഴ്ചയിൽ പലവട്ടം പല ആളുകളും വിളിക്കും, ഉസ്താദെ കടത്തിൽ പെട്ടുപോയി, കുടുങ്ങിപ്പോയി. നല്ല നിലക്ക് നല്ല കാശും കൊണ്ട് നടന്ന കാലത്ത് ഒരാൾ ഉസ്താദിനെ വിളിക്കൂല, ഉസ്താദെ കാശൊക്കെ ഇഷ്ടം പോലെ ഏറെയാണ്. എന്നൊരാൾ എന്നോട് വിളിച്ച ഒരു സംഭവം ഇല്ല. കച്ചവടമൊക്കെ പൊളിഞ്ഞു. അപ്പോൾ കച്ചവടം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയുന്നത് തന്നെ പൊളിഞ്ഞതിന് ശേഷമാണ്. ഒരു കുഴപ്പമില്ല. ഇനി എന്താ പറയണത്? ഇനി 1.5 കോടി കടാണ്, 2.5 കോടി കടാണ്, 4.5 കോടി 18 കോടി കടമാണ് എന്ന് പറഞ്ഞ ആളുകൾ വരെ ഉണ്ട്. ഇതൊക്കെ പരിഹരിച്ചു തരാൻ ഒരാളുണ്ട്, അയാളാണ് അല്ലാഹു. ഇതും പറഞ്ഞ് നിങ്ങൾ ഒരു ചികിത്സാരിയുടെ അടുത്ത് എന്നാൽ അയാൾ അടുത്ത് പോയി അയാൾക്ക് കൊടുത്ത കൈമടക്കും കൂടി നിങ്ങൾക്ക് കടമാവും എന്നേ ഉള്ളൂ. നിങ്ങളൊന്നും വിചാരിക്കരുത്, ഞാൻ തുറന്ന് പറയാണ്. നിങ്ങൾ ആരെ അവലംബിക്കുന്നതിലും നിങ്ങൾക്ക് അവലംബിക്കുന്നതിലൊന്നും തെറ്റില്ല. പക്ഷെ അതൊന്നും പൂർണ്ണതയല്ല. നിങ്ങളുടെ പ്രശ്നം തീർക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇതാണ് ഇന്നത്തെ പാഠം. നമ്മൾ ആശുറായിന് നോമ്പ് വെച്ചു. ഇതിന് നോമ്പ് വെക്കുന്നത് ഫർളായ നോമ്പല്ലേ? ഫർളാണോ? ആശുറായിന് നോമ്പ് വെക്കൽ ഫർളാണോ എന്നാണ് എൻ്റെ ചോദ്യം. പിന്നെ എന്തിനു നോമ്പ് വെച്ചു? അത് സുന്നത്താണ്. ഫർളായൊരു കാര്യം വേറെ ഉണ്ട്. അതെന്താ? വഅലാ റബ്ബിഹിം. അത് ഫർളാ, അത് വാജിബാ. നോമ്പ് വെച്ചാൽ നിങ്ങൾക്കൊരു ഗുണമുണ്ട്. കൊളസ്ട്രോൾ കുറയും, ഷുഗറും കുറയും. നോബൽ സമ്മാനം കിട്ടിയിട്ട് ഒരു ജപ്പാനിക്ക് അവസാനം നോബൽ പ്രൈസ് കിട്ടിയത് അയാൾക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്താണത്? 16 മണിക്കൂറെങ്കിലും ഒരാൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ അയാൾക്ക് ക്യാൻസർ അടക്കമുള്ള രോഗം മാറും. അങ്ങനെ ഒരു വിവരമുണ്ട്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളൊരു കുറച്ച് നേരത്തെ വലിച്ചിട്ട് ഒരു 3 മണിക്ക് അത്താഴം കഴിക്കുകയാണെങ്കിൽ പറയും 3×3 12, പിന്നെ 3, 4, 7, അപ്പോൾ എത്രയായി? 16 മണിക്കൂർ. അപ്പോൾ ഇന്നലെ 3 മണിക്ക് അത്താഴം കഴിച്ചിട്ട് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നിങ്ങൾ നോമ്പ് തുറക്കുന്നതോടുകൂടെ 6:56 55 56 എന്ത് പറേ അത് മഗ്‌രിബിന് വാങ്ങി. അപ്പോൾ എത്രയായി? പറ മനുഷ്യ. 16 മണിക്കൂർ ഒരാൾ എന്ത് ചെയ്തു? ഡ്രൈ ഫാസ്റ്റിംഗ് ചെയ്താൽ, ഓർ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്താൽ, അല്ലെങ്കിൽ ഡ്രൈ ഫാസ്റ്റിംഗ് ചെയ്താൽ, ഭക്ഷണം കഴിക്കാതെ വെള്ളവും കുടിക്കാതെ അല്ലെങ്കിൽ ഭക്ഷണം തീരെ കഴിക്കാതെ നിന്നാൽ ക്യാൻസർ അടക്കമുള്ള രോഗം ശമനപ്പെടും എന്ന് ആണ് ഫിസിക്സിലെ അവസാനത്തെ ഒരു വിവരം. അയാൾക്കാണെന്ന് എൻ്റെ ഓർമ്മ ലാസ്റ്റ് നോബൽ പ്രൈസ് ഫിസിക്സിൽ, എൻ്റെ ഓർമ്മ. ഏതായാലും അങ്ങനെ ഒരു വലിയ ചർച്ച ലോകത്തുണ്ടായിട്ടുണ്ട്, സത്യമാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ആശുറാ നോമ്പ് വെച്ചാൽ നമുക്കൊരു ലാഭമുണ്ട്. എന്താ ലാഭം? പറ തടിമൽ എന്തെങ്കിലും ദീനുണ്ടെങ്കിൽ കിട്ടും. അള്ളാനെ കിട്ടൂല. അള്ളാനെ നീ തേടിയിട്ടില്ല, നീ സുന്നത്തിനെ തേടിയത്. മനസ്സിലായില്ല? നമ്മളിപ്പോ നിങ്ങളൊന്നും വിചാരിക്കരുത്. ഇങ്ങോട്ട് നോക്ക്, ഇന്നെ തന്നെ നോക്ക്. നമ്മളെ ഒരു ഉപമ പറയാം. അപ്പൊ നമ്മളെപ്പോലത്തെ ഒരു ഉപമ പറയാം. ചോറേ കിട്ടാത്ത ഒരാൾ ചമ്മന്തി തേടിപ്പോയി. എന്തേ കിട്ടിയിട്ടില്ല? പഠിച്ചോനെ ഒന്ന് പറയും മനുഷ്യന്മാരെ, ചോറേ കിട്ടിയിട്ടില്ല. ചോറ് കിട്ടാത്തവൻ ചമ്മന്തി. ഇങ്ങോട്ട് നോക്കി മനുഷ്യന്മാരെ, രാവിലെ വന്നിട്ട് ഇന്നെ നോക്കണ്ടേ? ഇവിടെ ഒരു അത്ഭുത ജീവി എന്ന് പറഞ്ഞാൽ അത് ഞാനാ. വെളുത്തൊരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുക, നേരം വെളുത്തൊരു, അതൊരു പ്രത്യേകതയാണല്ലോ. അപ്പൊ നിങ്ങളെല്ലാവരും താഴെ ഇരിക്കുക, ഞാനിങ്ങനെ ഒരു മേലെ ഇരിക്കുക. അപ്പൊ ഇവിടുത്തെ അത്ഭുത ജീവിനെ നോക്കുകയാണെങ്കിലും ഇന്നെയാണ് നോക്കേണ്ടത്. അപ്പോഴും നിങ്ങൾ അങ്ങോട്ട് അപ്പുറത്തും ഇപ്പുറത്തും നിങ്ങളെപ്പോലെ അവിടെ പടിഞ്ഞിരിക്കുന്ന ആളെ നോക്കിയിട്ട് എനിക്ക് എന്താണ് കാര്യം? ഒരു അത്ഭുത ജീവിനെ നോക്കുകയാണെങ്കിലും ഇന്നെ നോക്ക്. പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. നമ്മളെ ഉപമ, എൻ്റെ ആശുറ നോമ്പിന്റെ ഉപമ, എന്റെയും ആശുറ നോമ്പിന്റെ ഉപമ എന്താണത്? പറയടാ എന്താടാ എന്റെ നോമ്പിന്റെ ഉപമ? എന്താടാ എന്റെ നോമ്പിന്റെ ഉപമ?
പറയട. അതിനേക്കാൾ അണുമണി എന്റെ നോമ്പുണ്ടോങ്കിൽ പറ. പറയട എന്താണ് നമ്മൾ നോമ്പിന്റെ ഉപമ? ചോറ് കിട്ടാത്തോൻ എന്ത് തേടി? പറയട ചങ്ങായി, ചമ്മന്തി തേടിപ്പോയടാ നമ്മളെ ആശുറ നോമ്പ്. ചോറ് കിട്ടിയിട്ടില്ല, ചോറവന്റെ നീയത്തിലുമില്ല, ചോറിനും തേടിയിട്ടുമില്ല. ഓൻ അങ്ങാടി, പാഴൂർ അങ്ങാടി, കൂളിമാട് അങ്ങാടി, മാവൂർ അങ്ങാടി ഇതിൽ ഇറങ്ങിയിട്ട് ചോദിക്കണേ എന്താണ്? ചമ്മന്തി എവിടെ കിട്ടുകയാണ്? ഓന്റെ ദിഹിനിൽ, ഓന്റെ തലച്ചോറിൽ, ഓന്റെ ചിന്തയിൽ എന്തെന്നല്ല പറ ചങ്ങായി, എന്തില്ല? ചോറില്ല. നീ ചോറ് തേടിപ്പോയ ഒരു പെരുന്നാളാണ്. ചോറ് തേടിപ്പോയ 1,24,000 ആളുകളെ പെരുന്നാളാണ് ആ ദിവസം നമ്മൾ തേടുന്നത്. ചമ്മന്തിയ കഴിഞ്ഞു. ഇന്നത്തെ വയറുള്ള അവസാനിച്ചു. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ വയറുള്ളത്. നിന്റെ നീയത്തിൽ തന്നെ എന്തില്ല? നിന്റെ നീയത്തിൽ തന്നെ എന്തില്ല? ചോറില്ല. ചോറ് കിട്ടി അലിച്ച് ഇങ്ങനെ കണ്ടാലും പോരാ. തേങ്ങായി ചമ്മന്തി. ആശുറ നോമ്പ് വെച്ചോണിച്ച് മൂമിനാവും. നോമ്പൊക്കെ നോറ്റി വന്നതിന് പക്ഷെ മൂപ്പര് വയത് കേട്ടിട്ട് അതെൻ്റെ സൗകര്യം. അതൊക്കെ മുറിച്ചാലും പാടില്ല, മുറിച്ചാലും പാടില്ല. ഈ കളി ഒന്നും നല്ല കളിയല്ല. നമ്മളെ നീയത്തിൽ ആരില്ല? അല്ലല്ല. നമ്മളെ നീയത്തിൽ റമദാൻ മാസമുണ്ട്, നമ്മളെ നീയത്തിൽ നിസ്കാരമുണ്ട്. ഇതൊക്കെ ഫുറോഴിയാത്ത, ഇതൊക്കെ എന്താ അടിസ്ഥാനപരമായ കാര്യമില്ല. ഇതെല്ലാം ശാഖാപരമായ കാര്യമാണ്. നോമ്പ് ശാഖാപരമായ കാര്യമാണ്, നിസ്കാരം ശാഖാപരമായ കാര്യമാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇരിക്കട. $350 ക്ലാസ് കഴിഞ്ഞിട്ടും തലച്ചോർക്ക് വെള്ളം കയറിയിട്ടില്ലെങ്കിൽ ഇനി വർത്താനം പറഞ്ഞിട്ട് കാര്യമല്ല. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അള്ളാഹു നന്നാക്കി തരട്ടെ. നല്ലോണം തല കൊടുത്ത് ചിന്തിച്ചോ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മനസ്സറിഞ്ഞ ആമീൻ പറ. നമ്മളെ നീയത്തിൽ ആരില്ല? അള്ളാഹുവില്ല. അള്ളാനെ, കാരണം നമ്മൾക്ക് അള്ളാനെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വിഷയം? നമ്മളെ ചിന്തയിൽ ആര് നമുക്ക് കിട്ടി? പറയും, നമ്മൾ ആരാണ്? പറയടോ, നമ്മൾ ആരാളാണ്? നമ്മളാ അള്ളാന്റെ ആളാണ്. ചോറും കയറ്റിവിടാണ് ദുബായിക്ക്. പിന്നെ ചമ്മന്തിനെ അന്വേഷിച്ചാൽ മതിയോ? മനസ്സിലായില്ല? ദുബായിക്ക് കയറ്റാൻ മാത്രം ഓന് ചോറുണ്ടോ എന്റെ കയ്യിൽ? പിന്നെ ഓൻ എന്തേ ആവശ്യമുള്ളൂ? പറയടാ, എന്തേ ആവശ്യമുള്ളൂ? ചമ്മന്തിയല്ലേ ആവശ്യമുള്ളൂ? തല കൊടുത്ത് ചിന്തിച്ചോ. റബ്ബിനെ കിട്ടുക 1,24,000 ആളുകൾ റബ്ബിനെ തേടിപ്പോയി. റബ്ബിനെ തേടിയപ്പോൾ കഷ്ടപ്പെടുണ്ടായി. റബ്ബിനെ ആര് തേടിയാലും കഷ്ടപ്പെടുന്നുണ്ടോ? ഈ ഭൗമമണ്ഡലം കണ്ട ഏറ്റവും വലിയ മഹാൻ ആണ് മുഹമ്മദ്. ആ മനുഷ്യൻ റബ്ബിനെ തേടുന്നു എന്ന് അറിയുന്നത് മുതൽ ആ നാട്ടിൽ അനഭിമതനായി. അതുവരെ അൽ അമീൻ, പുന്നാരപ്പൂമോൻ. നാട്ടുകാർക്ക് മനസ്സിലായി ഈ മനുഷ്യൻ റബ്ബിനെ തേടുകയാണ്. റബ്ബിനെ തേടുന്നു, റബ്ബിനെ തേടാൻ പറയുന്നു. അതോടുകൂടെ ആ മനുഷ്യൻ അനഭിമതനായി. ഏത് നാട്ടിൽ? സ്വന്തം അയൽക്കാർക്കിടയിൽ ആ മനുഷ്യൻ പുന്നാരപ്പൂമോനാണ്. ഒരു നാട്ടിൽ ഒരാൾ, അമാനത്തില്ലാത്ത നാട്ടിൽ ഒരു ജനത ഒന്നടങ്കം ഒരാളെ അല്ലമീനെന്ന് വിളിക്കണമെങ്കിൽ അവിടുത്തെ പുന്നാരപ്പൂമോൻ തന്നെയാണ്. മനസ്സിലായില്ല? ഒരു നാട്ടിൽ എന്തില്ല?
അമാനത്തില്ലാത്ത നാട്ടിൽ, ആ നാട്ടിൽ അമാനത്തില്ല, കൊടുത്താൽ കിട്ടൂല, വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റൂല, ഒരു പെണ്ണിനെ അടുത്തിരുത്താൻ പറ്റൂല, കണ്ടവരെ മുഴുവൻ റേപ്പ് ചെയ്യും, കണ്ട മുതലൊക്കെ കൊള്ളടിക്കും. എന്താണ് അവരുടെ രാത്രികാലത്തെ ജോലി? എന്തായിരുന്നു അറബികളുടെ രാത്രികാലത്തെ ജോലി? കൊള്ളയടിക്കാൻ കുതിരയെ ഓടിച്ചു പോവുക. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فبسطن به جمعا. അതിന്റെ ഔട്ട്പുട്ടാണ് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂർ. والعاديات ضبحا, സീൽക്കാരത്തോടെ കുതിച്ചോടുന്ന കുതിരകൾ തന്നെയാണ് സത്യം. ഫൽമൂരിയാത്തി ഖദ്ഹൻ, അതിശീഘ്രം ഓടുന്നത് കാരണം കല്ലിൽ ലാടമിട്ട കുളമ്പ് കല്ലിൽ തട്ടിയ കാരണം തീ പറത്തുന്ന കുതിരകൾ തന്നെയാണ് സത്യം. അതിശീഘ്രം ഓടിക്കുക കുതിര. ഇയാൾ പള്ളക്കിങ്ങനെ ചവിട്ടും കുതിരപ്പുറത്തിരിക്കുന്ന ആൾ. അപ്പോൾ ഈ കുതിര ഓടും, മനസ്സിലായില്ല, ഇങ്ങനെ ചവിട്ടുന്നതിനനുസരിച്ച് കുതിര ഓടും. അപ്പോൾ കുളമ്പിനടിയിൽ ലാടം കിട്ടിയിട്ടുണ്ടാവും. കൂർത്ത കല്ലുകൾക്ക്, മരുഭൂമിയിലെ കല്ലുകൾക്കിടയിലൂടെയാണ് കുതിര ഓടുന്നത്. അതുകൊണ്ട് എന്ത് ഉണ്ടാവും? തീ പാറുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഈ കുതിര ഓടുന്നത് രാത്രി ആയതുകൊണ്ടാണ്. കാരണം കുളമ്പിൻ്റെ ലാടം കല്ലിൽ തട്ടിയിട്ട് തീ പറക്കുന്നത് പ്രത്യക്ഷപ്പെടണമെങ്കിൽ ആ ഓട്ടം ഏത് സമയത്തായിരിക്കണം? രാത്രിയായിരിക്കണം. ഫൽമൂരിയാത്തി ഖദ്ഹൻ ഫൽമുഗീറാത്തി സുബ്ഹാൻ, പ്രഭാത നേരത്തെ കവർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്തപ്പെടുന്ന കുതിരകൾ തന്നെയാണ് സത്യം. ഫഅസർന ബിഹി നഖഅൻ, ഒരു ഗോത്രത്തിൽ പോയി സീൽക്കാരത്തോടെ കുതിരയെ 4 പാടം ഓടിച്ചപ്പോൾ ഓടിക്കുകയും ആ ഓട്ടത്തിനിടയിൽ പൊടി പറത്തുകയും ചെയ്യുന്ന കുതിരകൾ തന്നെയാണ് സത്യം. ഒരു ഗോത്രത്തിൽ ആളുകൾ ചുറ്റി താമസിക്കുന്ന ഒരു ഗോത്രത്തിന്റെ വീട്ടുമുറ്റത്തേക്ക്, അകങ്ങളിലെ മുറ്റത്തേക്ക് ഈ കുതിരയെ കൊണ്ട് അവർ പോയി പൊടി ഇങ്ങനെ പറത്തും. അപ്പോൾ പ്രഭാതത്തിൽ എല്ലാം കൂടെ ആവുമ്പോൾ മനുഷ്യനെ എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. മനസ്സിലായില്ല? ഒരു മനുഷ്യനെ പ്രഭാതം എന്ന് പറഞ്ഞാൽ എത്ര ആരോഗ്യവനാണെങ്കിലും ആരോഗ്യം എടുക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇപ്പോൾ ഡോക്ടർ അതായിരിക്കണം, ഇതാ ഡോക്ടർ കരീം, ഡോക്ടർ അതായിരിക്കണം, കോയ ഡോക്ടർ ഇതായിരിക്കണം. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. അവർ പറയും രാവിലെ പെട്ടെന്ന് എണീക്കരുത്. ഡോക്ടർമാർ പറയും പെട്ടെന്ന് എണീക്കരുത്. ഒന്ന് കട്ടിലിൽ എണീറ്റിരിക്കണം, എന്നിട്ട് ആശ്വാസം പോലെ എണീക്കണം. അത് കുഴച്ചിൽ സ്ഥിരമായി വരാൻ പോലും സാധ്യതയുണ്ട്. അങ്ങനെ തന്നെയല്ലേ ഡോക്ടറെ? അങ്ങനെ നിയമം. ഇവിടെ നോക്ക്, പറഞ്ഞത് മനസ്സിലായോ? എന്തുകൊണ്ട് ഒരു മനുഷ്യന് അവൻ്റെ ആരോഗ്യം അതിരാവിലെ പെട്ടെന്ന് എടുക്കാൻ കഴിയില്ല? അപ്പൊ ഈ കുതിരകൾ ഇങ്ങനെ ഓടിച്ചില്ല. അപ്പൊ ആ ഗോത്രത്തിലെ ആളുകൾ ഒരു ഹെറാന്യത്തിലാവും. എന്താ സംഭവിച്ചെന്ന് അവർക്കറിയില്ല. മനസ്സിലായോ? പൊടിപടലം പറത്തിയിട്ട് കുതിരപ്പുറത്ത് കുറെ ആളുകൾ, അവർക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല. എവിടെയാണ് വാളും കുന്തം എന്ന് നോക്കാൻ വരെ നേരം കിട്ടൂല. ഇനി വാളും കുന്തവും കണ്ടാൽ തന്നെ ശക്തിയോടെ ഇവരെ എതിരിടാൻ കഴിയില്ല. കാരണം ഇവര് ഇപ്പൊ ഇവര് മനസ്സിലായി തളർന്നുടങ്ങി എണീറ്റതാ. പെട്ടെന്ന് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ കുതിരകൾ ഉപയോഗപ്പെടുത്തുകയാണ്. കുതിരകൾ പാവങ്ങൾ. കുതിരകൾക്ക് ഇതിന്റെ ലാഭേ ഇല്ല. ലാഭം ആർക്കാണ്? ലാഭം ആർക്കാണ്? കുതിരപ്പുറത്തിരുന്ന ആളുകൾക്കാണ്, അവർക്കാണ് ലാഭം. പക്ഷേ ഈ കുതിരകൾ ഇവർക്ക് വഴിപ്പെട്ടു കൊടുക്കും. എന്തുകൊണ്ടെന്നാൽ ഈ കുതിരപ്പുറത്തിരിക്കുന്നവർ കുതിരകളുടെ യജമാനന്മാരാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി, എന്നിട്ടും മനുഷ്യ നീ നിന്റെ യജമാനന് നന്ദികേടല്ലേ കാട്ടിയത്. ഇതാണ് എൻ്റെ ഔട്ട്പുട്ട്. ഭയങ്കര സൂറത്താണ്. എന്താ പാഠം! ഭയങ്കര. നിന്റെ കാലിനടിയിലിരിക്കുന്ന കുതിര യജമാനനായ നിന്നോട് നന്ദി കാണിക്കുകയാണത്. അതിനൊരു ലാഭമല്ല. നീ കവർച്ച ചെയ്യുന്ന സ്വർണവും വെള്ളിയൊക്കെ നിനക്കാണ്, ആർക്കല്ല? കുതിരക്കാണ്. എന്നിട്ടും കുതിര ലാഭമില്ലാതെ ഓടും. എന്തിന്? നീ കുതിരയുടെ. അതേ സമയത്ത് നിന്റെ കൽപ്പന ആ പാവപ്പെട്ട കുതിര അനുസരിക്കുന്നുവെങ്കിൽ, നീ യജമാനനാണെന്നതിന് ബോധമുള്ളത് കൊണ്ട് നിന്റെ കൽപ്പന അതനുസരിക്കുന്നുവെങ്കിൽ, മനുഷ്യ
നിന്റെ യജമാനനായ എൻ്റെ കൽപ്പന നീ എന്തുകൊണ്ടാണ് തിരസ്കരിക്കുന്നത്? നീ എത്രയോ നന്ദി. ഇന്നൽ ഇൻസാനിൽ റബ്ബി ലകനൂദ്. ഭയങ്കര സൂറത്താണ്. എന്തുകൊണ്ട്? അറബികളുടെ പ്രധാനപ്പെട്ട ജോലി കൊള്ളയാണ്. ആരും കക്കും, ആരും കക്കും. അവർക്ക് ജീവിക്കണമെങ്കിൽ കൊള്ളയണം. അങ്ങനെയാണ് അവർ ചെയ്തിരുന്നത്. അങ്ങനത്തെ ഒരു ജനത, അവരുടെ മുഖ്യ തൊഴിൽ കൊള്ള. മനസ്സിലായില്ലേ പറഞ്ഞത്? ഏതൊരു പെണ്ണിനെയും റാപ്പ് ചെയ്യാൻ അവർക്ക് ഒരു മടിയില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വ്യഭിചാരം അവർക്ക് പ്രശ്നമില്ല, കള്ളുകൂടി അവർക്ക് വിഷയം തന്നെയല്ല. നിങ്ങൾ ഞാൻ മരിച്ചാൽ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കുഴിച്ചു മൂടുന്നു. കാരണം എനിക്കാകെയുള്ള ഭയം മരിച്ചാൽ പിന്നെ കള്ളുടിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളതാണ്. ആ മുന്തിരിവള്ളിയുടെ മനസ്സിലായില്ലേ? അതിന്റെ തായ്വേരിലൂടെ ഒലിച്ചിറങ്ങുന്ന എന്തെങ്കിലും ഒരു നനവ് എന്റെ എല്ലിൽ തട്ടിയാലെങ്കിലും ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. പ്രധാനമായി അവർ കള്ള് കാച്ചിയിരുന്നത് മുന്തിരി. ഇങ്ങനത്തെ ജനത, ആ ജനത ഒരു മനുഷ്യനെ അല്ലമീന്ന് വിളിക്കണമെങ്കിൽ ആ മനുഷ്യൻ എത്ര വലിയ പൊന്നുമോനായിരിക്കണം. പക്ഷേ ഒരു ദിവസം ആ ജനതക്ക് ബോധ്യപ്പെടാണ് ഈ മനുഷ്യൻ ആരെ തേടി നടക്കുകയാണ്? അല്ലാഹ്. അതോടുകൂടെ ഈ മനുഷ്യൻ പഞ്ചരനായി. എന്താ